ആതുര ശുശ്രൂഷ രംഗത്ത് ചരിത്രമെഴുതിയ തൃശൂരിലെ ശാന്തിഭവൻ പാലിയേറ്റീവ് ആശുപത്രി LPG ക്ഷാമത്തെ തുടർന്നുള്ള ഭക്ഷണ പ്രതിസന്ധിയിൽ ആശ്വാസവുമായി രംഗത്ത്. ശാന്തിഭവൻ ഈസ്റ്റിന്റെ തട്ടുവണ്ടി നിരത്തിലിറങ്ങി. പാചകവാതക ക്ഷാമം മൂലം ചെറുകിട ഹോട്ടലുകളും ഹോസ്റ്റലുകളും തൊഴിലാളി ക്യാമ്പുകളുമെല്ലാം ഭക്ഷണ പ്രതിസന്ധി നേരിടുമ്പോഴാണ് ഗുണമേന്മയുള്ള ഭക്ഷണം കുറഞ്ഞ നിരക്കിൽ ശാന്തിഭവൻ ജനങ്ങൾക്കെത്തിക്കുന്നത്. പുട്ട്, ഇഡലി, നൂലപ്പം, വിവിധതരം കറികൾ എന്നിവയുമായാണ് തട്ടുവണ്ടിയുടെ പ്രയാണം തുടങ്ങിയത്. ഇഡലി 4 രൂപയ്ക്കും നൂലപ്പം 5 രൂപയ്ക്കും പുട്ട് 10 രൂപയ്ക്കും ലഭിക്കും. ശാന്തിഭവൻ പാലിയേറ്റീവ് ആശുപത്രിയിലെ ബയോഗ്യാസ് പ്ലാന്റിൽ നിന്നുള്ള ഗ്യാസ് ഉപയോഗിച്ചാണ് ഭക്ഷണം ഒരുക്കുന്നത്. സൂചിപ്പിച്ചു വന്ന കാര്യം, തലേദിവസം 2 മണി വരെ പിറ്റേ ദിവസത്തേക്കുള്ള ഓർഡറുകൾ ഉറപ്പായിട്ട് നമുക്ക് ഏൽപ്പിക്കാം. അതനുസരിച്ച് അതാത് സ്ഥലങ്ങളിലേക്ക് എവിടേക്കൊക്കെ ഇത് എത്തിക്കാമെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളെ പ്രധാന കേന്ദ്രം ശക്തൻ കേന്ദ്രീകരിച്ചാണ് നമ്മൾ ഇതിനെ ക്രമീകരിച്ചിട്ടുള്ളത്. പിന്നെ ടൗൺ കേന്ദ്രീകരിച്ച് മുനിസിപ്പാലിറ്റി പരിധി, കോർപ്പറേഷൻ പരിധിയൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും ബൾക്ക് ലെവലിൽ. പിന്നെ ഇപ്പോൾ പല പാർട്ടികളും അതുപോലെ തന്നെ പല കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ആവശ്യമുള്ളവർക്ക് ശക്തനിൽ നിന്ന് അവിടെ നിന്ന് വന്ന് കളക്ട് ചെയ്ത് പോകാം. പിന്നെ പല്ലിശ്ശേരി കേന്ദ്രമായിട്ട് നമ്മുടെ സ്ഥാപനം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആശുപത്രിക്ക് തൊട്ട് താഴെ നമുക്കിതിനു വേണ്ടി മാത്രമായിട്ടുള്ളൊരു സ്ഥാപനം നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ശാന്തിഭവൻ ഈഡ്സിന്റെ തട്ടുവണ്ടി തൃശൂർ അതിരൂപത കാര്യാലയ പരിസരത്ത് ആശുപത്രി ചീഫ് പാട്രൺ കൂടിയായ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു. ഹോസ്പിറ്റൽ കോ-ഫൗണ്ടറും സിഇഒയുമായ ഫാദർ ജോയ് കുത്തൂർ, അതിരൂപതാ വികാരി ജനറൽമാരായ മോൺസിഗ്നോർ ജോസ് കോനിക്കര, മോൺസിഗ്നോർ ജെയ്സൺ കൂനംപ്ലാക്കൽ, ചാൻസലർ ഫാദർ ഡൊമിനിക് തലക്കോടൻ, ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ചെറുകിട ഹോട്ടലുകൾ, ഹോസ്റ്റലുകൾ, ആശുപത്രികളുടെ ക്യാന്റീനുകൾ, തൊഴിലാളി ക്യാമ്പുകൾ എന്നിവിടങ്ങളിലേക്കെല്ലാം ആവശ്യാനുസരണം ഭക്ഷണ വിഭവങ്ങൾ എത്തിക്കാനും സംവിധാനമുണ്ട്. ജീവൻ ന്യൂസ്, തൃശൂർ.